ഇറാനിൽ വീണ്ടും അമേരിക്കയുടെ ശക്തമായ ആക്രമണം നടക്കുകയാണ്. കെഷാം, സിറിക്, ജാസ്ക്, ബന്ദർബാസ് എന്നിവിടങ്ങളിലാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. ഹോർമുസ് കടലിടുക്കിലെ അധികാര തർക്കമാണ് നിലവിലെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടന്നിരുന്നു. തങ്ങളുടെ അനുമതിയില്ലാതെ ഹോർമുസിലൂടെ കടത്തിവിടില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. ഹോർമുസ് നിയന്ത്രിക്കാനുള്ള ഇറാന്റെ ശക്തി കുറയ്ക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്കയും വ്യക്തമാക്കി. അതിന് പിന്നാലെയാണ് ഇറാനിൽ വീണ്ടും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. ഞായറാഴ്ച രാത്രി ഇറാനിയൻ പോർട്ട് സിറ്റിയായ ബന്ദർ ലംഖയ്ക്ക് സമീപത്തുള്ള പരൂർ ദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമമായ മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് പരിക്കേറ്റതായും വിവരങ്ങളുണ്ട്. നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായതായും ആ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാന്റെ തെക്കൻ തീരത്ത് ഹോർമുസ് പ്രവിശ്യയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദ്വീപാണ് ഫാറൂർ. ലോകത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കിന് ഏറ്റവും അടുത്തുള്ള ദ്വീപ് കൂടിയാണ് ഇത്. ഇറാന്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ അമേരിക്ക ശക്തമായ ആക്രമണം നടത്തുന്നത്. ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ഇറാൻ മാധ്യമങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. കനത്ത നാശനഷ്ടമാണ് ആ മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന പ്രദേശങ്ങൾ മാത്രമാണ് തങ്ങൾ ഇപ്പോൾ ആക്രമിച്ചത് എന്നാണ് അമേരിക്ക പറയുന്നത്. തുടർച്ചയായി ഉണ്ടായ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാനിലെ വൈദ്യുതി ശൃംഖലയ്ക്കും കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. കുവൈറ്റിൽ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ അമേരിക്കയുടെ ഈ ആക്രമണത്തിന് മറുപടി നൽകിയത്. കുവൈറ്റിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലും മിസൈൽ ലോഞ്ചിംഗ് സെന്ററിലും എണ്ണ പര്യവേഷണ കേന്ദ്രത്തിലുമാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാൻ അമേരിക്ക സംഘർഷം എണ്ണ വിപണിയെ കാര്യമായി ബാധിച്ചിട്ടുമുണ്ട്. എണ്ണവില ബാരലിന് $78 കടന്നു. 3% വർധനവാണ് ഒറ്റ രാത്രി കൊണ്ട് എണ്ണ വിപണിയിൽ ഉണ്ടായത്. അതിനിടെ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടില്ലെന്നും വാണിജ്യ ഗതാഗതം ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. NBCയുടെ മീറ്റ് ദ പ്രസിലാണ് ഹോർമുസ് അടച്ചിട്ടില്ലെന്ന് ട്രംപ് പറഞ്ഞത്. സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനായി അമേരിക്കൻ സൈന്യം ആ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് സെൻട്രൽ കമാൻഡും അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ സംഘർഷം ആരംഭിക്കുന്നവരെ സുഗമമായ ചരക്ക് ഗതാഗതമാണ് ഹോർമുസിലൂടെ നടന്നിരുന്നത്. എന്നാൽ ഇന്ന് തങ്ങൾക്കാണ് കടലിടുക്കിന്റെ നിയന്ത്രണം എന്നാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ അത് സാധ്യമല്ലെന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് പരമപ്രധാനം തന്നെയാണ്. ഇറാൻ ഡസൻ കണക്കിന് ആറ്റം ബോംബുകളേക്കാൾ പ്രധാനമാണ് ഹോർമുസ് എന്ന് കഴിഞ്ഞ ദിവസം മൊജ്തബ ഖമനയുടെ ഉപദേശകൻ അഭിപ്രായം പറഞ്ഞിരുന്നു. പ്രദേശത്ത് ഒരു സ്ഥിരത ഉണ്ടാകുന്നവരെ ഹോർമുസിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കില്ലെന്നും ഇറാൻ അറിയിച്ചതായി അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതിനിടയിൽ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് ഹോർമുസിലൂടെ യാത്ര നടത്തിയ 2 കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ടെന്ന് ഇറാൻ തന്നെ അറിയിക്കുകയും ചെയ്തു. ഇറാനെ ചുട്ടുകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നതാണ് ഇപ്പോൾ ലോകം കാണുന്നത്. എന്നാൽ തങ്ങളുടെ പരമോന്നത നേതാവിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തി വികാരാധീനരായിരിക്കുന്ന ഇറാൻ ജനത സ്വന്തം രാജ്യത്തിന് വേണ്ടി മരിക്കാനും തയ്യാറായി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന വസ്തുതയും മുന്നിലുണ്ട്. ഗാസയിൽ തുടങ്ങി ഇറാനിൽ എത്തി നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷം ലോകത്തെ ആകമാനം ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ച ഒരു കുറിപ്പിൽ ഇറാനെ പൂർണ്ണമായി തകർക്കാൻ അമേരിക്കൻ സൈന്യം സജ്ജമാണെന്നും ട്രംപ് പറയുന്നുണ്ട്. അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റായ തന്നെ വധിക്കാൻ ഇറാൻ സർക്കാർ ലോകത്തിന്റെ പല കോണുകളിൽ ഗൂഢാലോചന നടത്തിയാൽ അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. ഇറാനെ ലക്ഷ്യമിട്ട് 1000 മിസൈലുകൾ ഇതിനകം തന്നെ ലോഡ് ചെയ്ത് ലക്ഷ്യം വെച്ചു കഴിഞ്ഞു. തൊട്ടു പിന്നാലെ ആയിരക്കണക്കിന് മിസൈലുകൾ വേറെയും കുതിച്ചുയരും. ഒരു വർഷക്കാലത്തേക്ക് ഇറാന്റെ എല്ലാ മേഖലകളും പൂർണ്ണമായി തകർക്കാനും ഇല്ലാതാക്കാനും അമേരിക്കൻ മിലിറ്ററിക്ക് ഉത്തരവ് നൽകി കഴിഞ്ഞു എന്നും ട്രംപ് ആ കുറിപ്പിൽ പറയുന്നുണ്ട്.